ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കൈപുണ്യം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു പുഡിംഗ് ആണ്. നമ്മുടെ വീട്ടിൽ സൽക്കാരങ്ങളിലും ഏതെങ്കിലും ഗസ്റ്റ് വന്നാലും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പുഡിംഗ് ആണ്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നിങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കണം. ഇനി ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ ഒരു 1/4 ലിറ്റർ ഓറഞ്ച് ജ്യൂസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കണം. നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ ഒരു സ്പൂൺ കൂടെ കൂടുതൽ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ല ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പഞ്ചസാര വന്ന് ഓറഞ്ച് ജ്യൂസ് നല്ല അലിഞ്ഞു വരണം. ഇനി ഇതിലേക്ക് കസ്റ്റാർഡ് പൗഡർ ഇടണം. ഒരു 1.5 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഇടണം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് വാനില കസ്റ്റാർഡ് പൗഡറാണ്. ഇത് സൂപ്പർ മാർക്കറ്റിലെല്ലാം വാങ്ങാൻ കിട്ടും. കസ്റ്റാർഡ് പൗഡറും അതേപോലെ ഓറഞ്ച് ജ്യൂസിൽ നല്ല മിക്സായി വരണം. കട്ടയൊന്നും കാണരുത്. ഇനി ഇത് നമുക്ക് അടുപ്പിൽ വെച്ച് ചൂടാക്കണം. അങ്ങനെ ചൂടാക്കുമ്പോൾ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അങ്ങനെ ഇളക്കി ഒരു കട്ടി പരുവത്തിൽ വരണം. ഇപ്പോൾ നല്ല കുറുകി വന്നിട്ടുണ്ട്. ഒന്നുകൂടെ ഒന്ന് കുറുകി വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഞാനൊരു 6 ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സൈഡെല്ലാം കട്ട് ചെയ്തതിന് ശേഷം നമുക്കിതുപോലെ ഒരു പുഡിംഗ് ട്രേയിൽ എടുത്ത് വയ്ക്കണം. അങ്ങനെ ബ്രെഡ് എടുത്ത് വയ്ക്കുമ്പോൾ പാലിൽ മുക്കി കൂടെ എടുത്ത് വയ്ക്കാം. ഞാൻ ചുമ്മാ ആണ് വെച്ചിരിക്കുന്നത്. എല്ലാ സൈഡും മറയുന്നത് പോലെ ബ്രെഡ് സെറ്റ് ചെയ്ത് വെക്കണം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ചെയ്തു വച്ചിരിക്കുന്ന ഓറഞ്ച് പുഡിംഗ് ഒഴിച്ചു കൊടുക്കണം. ബ്രെഡെല്ലാം നല്ല മറയുന്നത് പോലെ വേണം ഒഴിച്ചു കൊടുക്കാൻ. വളരെ സിമ്പിളായിട്ട് ചെയ്യാം. നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ നമുക്ക് ചെയ്യാം. ഇനി ഇതിൻ്റെ മുകളിലോട്ട് ഇനിയും ഒരു ലെയർ ബ്രെഡ് വെച്ച് കൊടുക്കണം. ബ്രെഡിന് പകരം നമുക്ക് ബിസ്ക്കറ്റ് കൂടെ വയ്ക്കാം. അതിൻ്റെ മുകളിൽ ഓറഞ്ച് കസ്റ്റാർഡ് ഒഴിച്ചു കൊടുക്കണം. ബ്രെഡെല്ലാം നല്ല മറയുന്നത് പോലെ ഒഴിച്ചു കൊടുക്കണം. ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കണം. ഇതിൻ്റെ മുകളിൽ ഇനി നമുക്ക് മിൽക്ക് കസ്റ്റാർഡ് ചെയ്ത് ഒഴിച്ചു കൊടുക്കണം. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 1/4 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. ആ പാലിൽ നിന്നും കുറച്ചെടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ കസ്റ്റാർഡ് പൗഡർ കലക്കി നമുക്കെടുക്കാനാണ്. ഒരു 1.5 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഈ മിൽക്കിലിട്ട് കലക്കി മാറ്റി വയ്ക്കണം. പാല് തിളപ്പിച്ചതിന് ശേഷം വേണം ഈ കസ്റ്റാർഡ് പൗഡർ അതിലോട്ട് ഒഴിക്കാൻ. കട്ടിയില്ലാതെ നല്ല കലക്കണം. പാല് അടുപ്പിൽ വെച്ച് നല്ല ഒന്ന് തിളപ്പിക്കണം. ഇനി അതിലേക്ക് ആവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുക്കണം. ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കാം. പഞ്ചസാര നല്ല അലിഞ്ഞു വരണം. അതിനുശേഷം അതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന കസ്റ്റാർഡ് പൗഡർ ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ പഞ്ചസാര നല്ല അലിഞ്ഞു വന്നിട്ടുണ്ട്.
ഇനി നമുക്ക് കസ്റ്റാർഡ് പൗഡർ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ കസ്റ്റാർഡ് പൗഡർ ഒഴിച്ചു കൊടുക്കുമ്പോൾ തീ വന്ന് സിമ്മിൽ വെക്കണം. ഉടനെ തന്നെ നല്ല ഇളക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. ഇത് ഒന്ന് നല്ല കുറുകി വരണം. കുറുകി വന്നിട്ടുണ്ട്. ഒന്നുകൂടെ കുറുകി വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഫസ്റ്റ് ചെയ്തു വച്ചിരിക്കുന്ന ഓറഞ്ച് കസ്റ്റാർഡിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കണം. അങ്ങനെ നമുക്ക് എത്ര ലെയർ വേണമെങ്കിലും ചെയ്യാം. ആ ഓറഞ്ച് കസ്റ്റാർഡെല്ലാം അറിയുന്നത് പോലെ നല്ല ഒഴിച്ചു കൊടുക്കണം. ഇതിനു മുകളിൽ ഞാൻ കുറച്ച് കൊക്കോ പൗഡർ വിതറുന്നുണ്ട്. ഓപ്ഷണലാണ്, നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ ഇടേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ മുകളിൽ കുറച്ച് ബാദാം പൊടിച്ചതോടുകൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബാദാം, പിസ്ത, കാഷ്യൂനട്ട് ഏത് നട്ട്സ് വേണമെങ്കിലും ഇടാം. ഇനി ഇതൊരു 4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രിഡ്ജിൽ വെച്ച് എടുത്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പുഡിംഗ് ആണ്. നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം. നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമാകും. നല്ല ലെയർ ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ചെയ്ത് നോക്കിയിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതേപോലെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഈ വീഡിയോയുടെ താഴെ കൈപുണ്യത്തിൻ്റെ അടുത്ത് ഒരു റെഡ് കളർ ബട്ടൺ ഉണ്ട്, അത് പ്രസ് ചെയ്യണം. അതിനടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അത് പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോക്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം. താങ്ക് യു.